Hello friends, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആക്ടിവിറ്റി റേഷ്യോസ്. അവസാന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കായിരുന്നു സോൾവൻസി റേഷ്യോസ്. അതിൻ്റെ ഹെഡ്സിലായിരുന്നു വിവിധ റേഷ്യോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കഷൻ നടത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോസ്. പ്രധാനപ്പെട്ട ഒരു ഹെഡാണ് ആക്ടിവിറ്റി റേഷ്യോസ്. അതിൻ്റെ മീനിങ്സ് എന്താ എന്നുള്ളത് നോക്കാം. Activity ratios show how effectively a firm uses its available resources or assets. ആക്ടിവിറ്റി റേഷ്യോസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം നന്നായിട്ടാണ് കൃത്യമായിട്ടാണ് അവരുടെ റിസോഴ്സസും അസറ്റ്സുകളും ഉപയോഗപ്പെടുത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ദിസ് റേഷ്യോ ഓൾസോ നോൺ ആസ് എഫിഷ്യൻസി റേഷ്യോ, പെർഫോമൻസ് റേഷ്യോ ഓർ അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ. അപ്പോൾ ഇതിൻ്റെ മറ്റു പേരുകളാണ് എഫിഷ്യൻസി റേഷ്യോസ്, പെർഫോമൻസ് റേഷ്യോ, അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ, അതുപോലെ തന്നെ ടേൺ ഓവർ റേഷ്യോ എന്നുള്ള രീതിയിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, ദീസ് റേഷ്യോസ് ഇൻഡിക്കേറ്റ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ റിസോഴ്സസ് ആർ ടേൺഡ് ഓവർ ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എത്രത്തോളം സ്പീഡിലാണ് റിസോഴ്സസ് കൺവേർട്ട് ആവുന്നത് അല്ലെങ്കിൽ ക്യാഷായിട്ട് മാറുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് അത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം നന്നായിട്ടാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ ഹണ്ടറിൽ വരുന്ന വിവിധ റേഷ്യോസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റേഷ്യോസ് ടേൺ ഓവർ റേഷ്യോ എന്നുകൂടി അറിയപ്പെടുന്നത്. ഹയർ ടേൺ ഓവർ റേഷ്യോ മീൻസ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ്. അതുപോലെ തന്നെ അത് എന്താണ്, ദിസ് ഫർദർ മീൻസ് ഹയർ പ്രോഫിറ്റബിലിറ്റി. കൃത്യമായിട്ട് റിസോഴ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ഓവറോൾ പെർഫോമൻസ് കൂടാനും പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കാനും ഒക്കെ കാരണമാവും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എഫിഷ്യൻസി റേഷ്യോസ് നമ്മൾ ഉപയോഗിക്കുന്നത് ബിസിനസ്സിൻ്റെ അസറ്റ്സുകൾ, റിസോഴ്സസുകൾ എത്രത്തോളം എഫിഷ്യൻസിയോട് കൂടിയാണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു എഫിഷ്യൻസി ഒരു ആക്ടിവിറ്റി റേഷ്യോസ് നമുക്ക് പഠിക്കാം. അതിൻ്റെ പേരാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലരും ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. എന്താണ് ഈ റേഷ്യോ എന്നുള്ളത് നോക്കാം. ഇൻവെൻട്രി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻട്രി ഓർ സ്റ്റോക്ക്. അപ്പോൾ ഇതിൽ വരുന്ന രണ്ട് കമ്പോണൻസ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതുപോലെ തന്നെ ആവറേജ് ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദ സ്റ്റോക്ക് ഈസ് ടേൺഡ് ഓവർ ഓർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ്. അപ്പോൾ ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എത്ര ടൈംസിൽ നമ്മുടെ റിസോഴ്സസ് എന്തായിട്ട് മാറും, സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് വേജസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടെത്താനുള്ള ഇക്വേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ അത് ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മൈനസ് ചെയ്യേണ്ട ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു സെയിൽസ്. നെക്സ്റ്റ് ആവറേജ് സ്റ്റോക്കിനെ എങ്ങനെ കണ്ടെത്താം. ആവറേജ് സ്റ്റോക്ക് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നമുക്ക് ആവറേജ് സ്റ്റോക്കിനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മളിത് നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട രണ്ട് പോയിൻ്റാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, ആവറേജ് സ്റ്റോക്കായിട്ട് ട്രീറ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്കിനെ ആവറേജ് സ്റ്റോക്കായിട്ട് നമ്മൾ എടുക്കുകയാണ് വേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നെറ്റ് സെയിൽസിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം,
നെറ്റ് സെയിൽസിനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് വെലോസിറ്റി. ഇപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഇൻ ടൈംസിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വർഷം സെയിൽസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ സെയിൽസ് ആയിട്ട് എത്ര തവണ അത് കൺവേർട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എത്ര ദിവസം കൊണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ടാവുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ ജനറലി സ്റ്റോക്ക് ഓർ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ്. It can also be expressed in days or months. Then it is called stock velocity or stock turnover period. സ്റ്റോക്ക് വെലോസിറ്റി കാണേണ്ട ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ദിവസത്തിലാണ് കാണേണ്ടതെങ്കിൽ അല്ലെങ്കിൽ മാസത്തിലാണ് കാണേണ്ടതെങ്കിലൊക്കെ നമ്മൾ ചെയ്യേണ്ട രീതി പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അതായത് നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ആൻസർ കിട്ടും ഇൻ ടൈംസിൽ. അതാണ് ഡിനോമിനേറ്ററായിട്ട് എടുക്കേണ്ടത്. മാസത്തിലാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ 365 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ STR ആൻസർ. മാസത്തിലാണ് കാണേണ്ടതെങ്കിൽ 12 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ STRൻ്റെ ആൻസർ. ഇനി അല്ലാതെയും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് സ്റ്റോക്ക് വെലോസിറ്റി കാണാൻ. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഇനി മാസത്തിലാണെങ്കിൽ നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ 365 അല്ലെങ്കിൽ 12. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 ടൈംസ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് റേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഫ്രം ദി ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000, പർച്ചേസസ് 1,20,000, ക്യാരേജ് ഓൺ പർച്ചേസസ് 10,000, സെയിൽസ് 2 lakh, ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. അപ്പോൾ ഇതുപയോഗിച്ച് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാണാനാണ് നമ്മോട് പറയുന്നത്. നമുക്ക് നോക്കാം. ആവറേജ് സ്റ്റോക്ക് 30,000 പ്ലസ് 40,000 35,000 കിട്ടിയില്ലേ. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 35,000 നമുക്ക് കിട്ടി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് 1,40,000 ആണ് കിട്ടുന്നത്. ഇവിടെ എന്താണ് ക്യാരേജ് ഓൺ പർച്ചേസസ് നമ്മൾ എന്തായിട്ടുണ്ട് പർച്ചേസിനോട് ആഡ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഗുഡ്സ് കിട്ടുന്നത് 1,40,000 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 പ്ലസ് പർച്ചേസ് 1,20,000 പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസസ് 10,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000, അങ്ങനെ 1,40,000. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 1,40,000 ഡിവൈഡഡ് ബൈ 35,000 4 ടൈംസ് അല്ലേ. നെക്സ്റ്റ് സ്റ്റോക്ക് വെലോസിറ്റി കാണാൻ എന്താണ് ദിവസത്തിലാണ് കാണേണ്ടതെങ്കിൽ 365 നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കിട്ടിയ ടൈംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക 4 അല്ലേ. 91 ദിവസം കൊണ്ട് സെയിൽസ് ആയിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ മാസത്തിലാണെങ്കിലോ 3 മന്ത് കൊണ്ടാണ് അത് മാറുന്നത്. ഇപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ഇവിടെ നോക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ബിലോ ദി സ്റ്റാൻഡേർഡ്. 8 ടൈംസ് ആണ് സ്റ്റാൻഡേർഡ്. നമുക്ക് കിട്ടിയ 4 ആണ്. അപ്പോൾ എന്താണ് ബിലോ ദി സ്റ്റാൻഡേർഡ് ആണ്. തന്നെ നോട്ടായിട്ട് മനസ്സിലാക്കുക. ക്യാരേജ് ഓൺ പർച്ചേസ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് പർച്ചേസിനോട് കൂടി ആഡ് ചെയ്തത്. അപ്പം ഒന്നുകൂടി നോക്കാം. ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എത്രത്തോളം കൃത്യമായിട്ടോ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടോ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ് ITR അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അതിന് വേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ചെയ്യേണ്ടത് ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ലോസ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ ആവറേജ് സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നെറ്റ് സെയിൽസിനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് പരിഗണിക്കണം. ദെൻ സ്റ്റോക്ക് വെലോസിറ്റി നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ മന്ത്സ് ഇൻ എ ഇയർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സ്റ്റോക്ക് വെലോസിറ്റി കിട്ടും. അതല്ലാതെയും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻസ് ഓവറായിട്ട് നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 8 ടൈംസ്. ദെൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക.
ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം സ്റ്റോക്ക് വെലോസിറ്റി. ഇൻ്റർപ്രിട്ടേഷൻ ബിലോ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. എ ഹൈ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻവെൻട്രി ഈസ് സോൾഡ് ഫാസ്റ്റ്. അപ്പം ഈ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങളെ ക്വസ്റ്റ്യൻ്റെ മുമ്പായിട്ട് ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എഴുതുക. എ ഹൈ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് inventory is sold fast. It is an indication of good inventory management. On the other hand, a low turnover ratio reflects over investment in inventories, accumulation of huge stock, dull business, etc. അപ്പോൾ ഈ റേഷ്യോ നല്ല ഇത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? റേഷ്യോ ലോ ആയിട്ടാണ് വരുന്നതെങ്കിൽ എന്താണ് അതിൽ നിന്ന് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മൾ ക്വസ്റ്റ്യന് എക്സാമ്പിൾ എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് എഴുതുന്ന സമയത്ത് ഈ ഒരു സ്ലൈഡിൽ വരുന്ന കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ സംശയങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.